ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. ഭഗവാന്റെ പാദപത്മങ്ങളെക്കുറിച്ചറിയാം ഇന്നത്തെ വീഡിയോയിലൂടെ. എല്ലാ ശ്രീകൃഷ്ണ ഭക്തരുടെയും ആഗ്രഹമാണ് ഭഗവാന്റെ പാദപത്മങ്ങൾ ദർശിക്കണം എന്നുള്ളത്. പാഞ്ചാലിയെ പോലെ ആ പാദങ്ങൾ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും കണ്ണീർ കൊണ്ട് കഴുകണം. അവസാനം ആ തൃപ്പാദങ്ങളിൽ വിലയം പ്രാപിക്കണം. എന്താണ് ഭഗവാന്റെ ആ പാദങ്ങളുടെ പ്രത്യേകതകൾ? എന്തുകൊണ്ടാണ് ഭക്തർ ഭഗവാന്റെ പാദങ്ങളെ പാദപത്മങ്ങൾ എന്ന് വിളിക്കുന്നത്? ഭഗവാൻ കൃഷ്ണൻ്റെ പത്മപാദങ്ങൾ 19 മഹത്തായ ഐശ്വര്യങ്ങളാൽ സമ്പന്നമാണ്. ഇടതുപാദത്തിൽ അർദ്ധചന്ദ്രൻ, ജലപാത്രം, ത്രികോണം, വില്ല്, ആകാശം, പശുവിൻ്റെ കുളമ്പ്, മത്സ്യം, ശംഖ് എന്നിവയാണ്. ഇനി വലതുപാദത്തിൽ 8 പോയിൻ്റുള്ളൊരു സ്റ്റാർ, നക്ഷത്രം, സ്വസ്തിക, ചക്രം, കുട, യവം, ആനക്കൊമ്പ്, പതാക, ഇടിമിന്നൽ, ഞാവൽപ്പഴം, ഊർധ്വരേഖ, താമര എന്നിവയാണ്. ഭഗവാന്റെ ഈ പാദചിഹ്നങ്ങൾ പ്രതീകാത്മകങ്ങളാണ്. അവ ഭക്തർക്ക് നിർഭയത്വവും ഭൗതിക ദുരിതങ്ങളിൽ നിന്നുള്ള മോചനവും ഭൗതിക ലോകത്തിലെ ഐശ്വര്യവും ഭക്ത മനസ്സുകൾ ഭഗവത് പാദങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. ഇവയിലൂടെ അവ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു ഭക്തർ. ദുരിതങ്ങളെ നശിപ്പിക്കുന്നു ഈയൊരു കാഴ്ചയിലൂടെ. വളരെ എളുപ്പത്തിൽ ഭഗവാനിൽ ഭക്തി നൽകുന്നു. ജ്ഞാനവും വൈരാഗ്യവും സർവമംഗളവും 6 ശത്രുക്കളെയും, അതായത് കാമം, അത്യാഗ്രഹം, ക്രോധം, മിഥ്യാധാരണ, അഹങ്കാരം, അസൂയ എന്നിവ വെട്ടിമുറിക്കപ്പെടുന്നു. മാത്രമല്ല ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഭൗതിക പ്രകൃതിയുടെ 3 രീതികളെ മറികടക്കുവാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നു ഈ പാദപത്മത്തെ ദർശിക്കുന്നതിലൂടെ. ജ്ഞാനികളും ശ്രീകൃഷ്ണ ഭക്തന്മാരും ഭഗവാന്റെ ഈ പത്മപാദങ്ങളെ ധ്യാനിക്കുകയും ഭഗവാന്റെ പാദകമലങ്ങളുടെ നിത്യസേവനത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ പാദങ്ങളിൽ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് മോചനം ലഭ്യമാണ്. ഭഗവാൻ വൃന്ദാവനത്തിൽ താമസിക്കുമ്പോൾ ഗോപബാലകന്മാരോടൊപ്പം രാവിലെ പശുക്കളുമായി കാട്ടിൽ പോകുമ്പോഴും വൈകുന്നേരങ്ങളിൽ തിരികെ എത്തുമ്പോഴും ഭഗവാന്റെ ഈ പാദമുദ്രകളിൽ നിന്ന് ഗോപികമാർ പൊടിയെടുക്കാറുണ്ടായിരുന്നു. കൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് കൊണ്ടുപോകാനെത്തിയ അക്രൂരൻ വൃന്ദാവനത്തിൻ്റെ ആ പ്രാന്തപ്രദേശത്ത് എത്തിയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ പാദചിഹ്നങ്ങൾ കണ്ട് രഥത്തിൽ നിന്നും ചാടിയിറങ്ങി ആ പാദചിഹ്നങ്ങളിൽ ഭക്തിപൂർവം കിടന്നുരുണ്ടതായി ഭാഗവതം പറയുന്നുണ്ട്. വത്സസ്തേയത്തിൽ ബ്രഹ്മാവ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പരീക്ഷിക്കുവാനായി പശുക്കളെയും ഭഗവാന്റെ ഗോപാല സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുപോയി 1 വർഷത്തോളം ഗുഹകളിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഭഗവാൻ സ്വയം പശുക്കളായും സുഹൃത്തുക്കളുമായും അവരുടെ യാതൊരു മാറ്റവുമില്ലാത്ത രൂപങ്ങൾ സ്വീകരിച്ച് 1 വർഷത്തോളം കഴിഞ്ഞു. അങ്ങനെ തൻ്റെ തെറ്റു മനസ്സിലാക്കിയ ബ്രഹ്മാവ് താൻ ഗുഹയിൽ സൂക്ഷിച്ച പശുക്കളെയും ഗോപബാലന്മാരെയും ഭഗവാനു തന്നെ തിരികെ നൽകി. എപ്പോഴും കൃഷ്ണനുമായി കളിക്കുകയും ഭക്ഷിക്കുകയും പാടുകയും സല്ലപിക്കുകയും ഭഗവാന്റെ പാദത്തിലെ പൊടി സ്വന്തം ശരീരങ്ങളിൽ പുരളാനും ഭാഗ്യം ചെയ്ത ഭഗവാന്റെ ആ ഗോപാല വൃന്ദങ്ങളെ, ഗോപകന്മാരെ, അവരെ അപേക്ഷിച്ച് ബ്രഹ്മാവിൻ്റെ സ്ഥാനം പോലും നിസാരമാണെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ബ്രഹ്മദേവൻ. നമ്മൾ എല്ലാവരുടെയും മനസ്സും ഹൃദയവും എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ നിർലീനമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ കൃപയാൽ നാം ചെയ്യുന്ന സൽപ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തുതന്നെ ചെയ്യുന്നവയായാലും നാം എവിടെയായിരുന്നാലും ഏത്
സാഹചര്യങ്ങളിലായിരുന്നാലും ഏത് ജന്മങ്ങളിലായാലും ഭഗവാന്റെ ആ പാദപത്മങ്ങളോടുള്ള അചഞ്ചലമായ സ്നേഹവും ഭക്തിയും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പ ശരണം.